ഹായ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും റംദാൻ മുബാറക്. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക്. ഒരു പ്രോൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല ഫ്രൈഡ് ഐറ്റമാണ്, ഹെൽത്തി ആണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഒരു 250 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് മാറ്റി വെക്കുക. അതിലോട്ടേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ കൊറിയാൻഡറിന്റെ തണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ സ്റ്റെമ്മില്ലേ നേർതായിട്ടുള്ള, പിന്നെ 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ, 1 ടീസ്പൂൺ സെസമി ഓയിൽ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഷുഗർ, പിന്നെ 1 ടീസ്പൂൺ നമ്മൾ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, പിന്നെ 1 മുട്ട. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് എന്താ വെച്ചാൽ നമ്മൾ നോക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഡാർക്ക് സോയ സോസ് ഇടുന്നോണ്ട് ഉപ്പ് അതിൽ ഉണ്ട് ഓൾറെഡി. അപ്പം നമ്മൾ കൂടുതൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒക്കെ പോവും. ഇത് നമ്മൾ ബ്രെഡ് ആട്ടോ. ബ്രെഡ് നമുക്ക് ഏത് ഷേപ്പിലും വെക്കാം. സ്ക്വയറിലാണെങ്കിലും ട്രയാങ്കിളിലാണെങ്കിലും. ഞാനൊരു ഭംഗിക്ക് റൗണ്ട് ആക്കിയിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തതാണ്. കട്ടർ വെച്ചിട്ടോ അങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് എടുത്താണ്. എന്നിട്ട് അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ഫില്ലിങ്ങില്ലേ അത് നിറച്ചു കൊടുക്കാം. എന്നിട്ട് അതെല്ലാം ഫുള്ള് നിറയ്ക്കണം കേട്ടോ, ബ്രെഡിന് മുഴുവനായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗില്ലേ, എഗ്ഗിൻ്റെ യെല്ലോ, അതും കൂടി ഫുൾ ബ്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഈ ബ്രെഡെല്ലാം നമ്മൾ അതേപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് വെളുത്ത എള്ളില്ലേ, സെസമി സീഡ്, വെളുത്ത എള്ളിൽ നമ്മളിത് ഇങ്ങനെ ഫുള്ളായിട്ട് മുക്കണം. ഒരു ഭാഗവും കാണാൻ പാടില്ല, എല്ലാം ഫുള്ളായിട്ട് മുക്കിയിട്ട് സെറ്റാക്കി വെക്കണം. ഇത് അതേപോലെ കേട്ടോ, ഒന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ഇതേപോലെ ഫുള്ള് ഫില്ല് ചെയ്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ എഗ്ഗിൻ്റെ എഗ്ഗ് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ സെസ്മി സീഡ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചില സ്ഥലത്തൊന്നും ആവാത്തത് കൊണ്ട് ഞാൻ ഒന്നും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി നല്ല സെറ്റായിട്ടോ കുറച്ച് നേരം ഒന്ന് വെക്കണം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ ആയാലും മതി കേട്ടോ, നമുക്ക് എയർ ഫ്രയറിലും വെക്കാം. ഞാൻ ഓയിലിലിട്ട് പൊരിക്കുന്നത്. അപ്പോൾ ഇത് വേവോന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും ചെമ്മീനായതുകൊണ്ട്. അപ്പം നമുക്കിത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ ചെമ്മീൻ ആ ഫില്ലിംഗ് ഒക്കെ നല്ലോണം വെന്ത് വരും. വേറെ തന്നെ ഒരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതൊരു ഹോങ്കോങ്ങുകാരുടെ സ്നാക്കാണ്, സെസമി പ്രോൺ ടോസ്റ്റ്. കൊള്ളാല്ലേ പേരൊക്കെ. അപ്പോൾ നമുക്ക് ഇഫ്താറിന് ഇങ്ങനെ ഒരു സ്നാക്കൊക്കെ ട്രൈ ചെയ്താൽ എന്താല്ലേ. ഞാൻ ടിഷ്യൂ വെക്കാൻ മറന്നു കേട്ടോ, അപ്പോൾ ടിഷ്യൂ വെക്കണം കേട്ടോ. അപ്പോൾ ഇനി ടിഷ്യൂ ഒക്കെ എടുക്കട്ടെ. കുറച്ച് ഓയിലിയാണ്, എന്നാലും വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഇഫ്താറിനൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. ഒരു വെറൈറ്റിക്ക് നല്ല ഒരു ഐറ്റമാണെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ. അത് ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നല്ല സ്വീറ്റ് തായ് സോസ് വെച്ചിട്ട് കഴിക്കണം. എന്തൊരു ക്രിസ്പി അല്ലേ, ടേസ്റ്റ് ഭയങ്കര അടിപൊളി കേട്ടോ. എപ്പോഴെങ്കിലും ഒന്ന് ടൈം ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അഭിപ്രായം പറയണേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടൈം വേറെ അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ.